സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടതോടുകൂടി കേരളത്തിൻ്റെ ഒരു പുതിയ വികസനത്തിൻ്റെ അധ്യായമാണ് തുടങ്ങിയത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പം 2025 ആയപ്പോഴേക്കും അതിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തുറമുഖത്ത് ഈ ഒരു മദർഷിപ്പ് വന്നതോടുകൂടി കേരളത്തിൻ്റെ ഒരു പുതു ഛായ തന്നെയാണ് ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണ് എന്നുള്ളത് ഇപ്പോഴും സംശയാസ്പദമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പലരും പല ഊഹാപോഹങ്ങളൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു 4 വർഷം കഴിയുമ്പോൾ 10,000 കോടിയുടെ സ്വകാര്യ നിക്ഷേപമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല 2028 പൂർത്തിയാകുന്നതോടുകൂടി 3 കിലോമീറ്റർ പുലിമുട്ട് 4 കിലോമീറ്ററായും 800 മീറ്റർ ബെർത്ത് 2 കിലോമീറ്ററായും ഇത് മാറപ്പെടും. ഈ വർഷം മാത്രം ഏതാണ്ട് 3,000 കോടി രൂപയാണ് ഇതിനായിട്ട് ചിലവിട്ടത്. അപ്പോൾ ഏകദേശം ഒരു 2028 ഇതിൻ്റെ 2ാം ഘട്ട പണി കൂടി പൂർത്തീകരിക്കുമ്പോഴേക്കും വിഴിഞ്ഞം തുറമുഖം രാജ്യത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തുറമുഖമായി മാറും. അതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എടുക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഇടത് വലത് സർക്കാരുകളുടെ ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ അതിലും ഇപ്പോൾ തർക്കമായിട്ട് വന്നിരിക്കുകയാണ്. പിണറായി സർക്കാർ പറയുന്നു തങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ്. പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ഒരു വിഴിഞ്ഞം തുറമുഖം സാഫല്യമായത്, അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയത്. മറുഭാഗത്ത് UDF സർക്കാർ പറയുന്നു ഇല്ല, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിച്ചത്. എന്ത് തന്നെയായാലും അതിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ പുറകോട്ടൊന്ന് പോകേണ്ടിയിരിക്കുന്നു. 2015 ഡിസംബർ 15 ആരംഭിച്ച ആ ഒരു ദിവസത്തെ കേരളത്തെ വിൽക്കുന്ന ദിവസം എന്നാണ് ഇന്നത്തെ ഭരണകക്ഷികൾ അന്ന് പറഞ്ഞിരുന്നത്. കേരളത്തെ വിൽക്കുന്ന ദിവസം എന്നുള്ളതാണ്. മാത്രമല്ല അന്ന് അവരുടേതായ ചില മാധ്യമങ്ങളിലെല്ലാം വളരെ ഇതിന് എതിരെയായിട്ടുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരുന്നത്. ഈ ഒരു വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് വിൽക്കുന്നു അല്ലെങ്കിൽ കേരളത്തെ വിൽക്കുന്നു എന്നുള്ള തരത്തിലാണ്. ആ അദാനിയുടെ അതേ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ അതേ ഈ പറഞ്ഞോണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട അതേ വ്യക്തിയുടെ തന്നെ കീഴിൽ പൂർത്തിയായിരിക്കുന്ന ഈ ഒരു തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നത്തെ പിണറായി സർക്കാരാണ്. അതിൽ അഭിമാനത്തോടെ ഞങ്ങളുടെ തുറമുഖം ഞങ്ങൾ കേരളത്തിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. അതായത് സർക്കാർ സ്വകാര്യ പങ്കാളിത്തം എല്ലാം ഉൾപ്പെടെ 6,000 കോടി പ്രഥമഘട്ടത്തിൽ മുതൽ മുടക്കുള്ള പദ്ധതിയിൽ 6,000 കോടിയുടെ അഴിമതി എന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണയാണ് അന്നത്തെ ഒരു മുഖ്യമന്ത്രി അടക്കം അന്ന് പറഞ്ഞിരുന്നത്. കാരണം ഇത് അന്ന് VS അച്യുതാനന്ദൻ്റെ കാലത്തും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള അഴിമതികളും പ്രശ്നങ്ങളിലും ഒക്കെ ഈ പദ്ധതി നിർത്തലാക്കപ്പെടും. അന്ന് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയെങ്കിലും പക്ഷേ നിരവധി ഈ ഒരു പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറുകളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും അഴിമതിയും കാരണങ്ങൾ ഇത് പലപ്പോഴായിട്ട് ഇത് നിർത്തലാക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അദാനിയുടെ സഹായം അല്ലെങ്കിൽ അദാനിയുമായി ചേർന്ന് ആ ഒരു അവരുടെ ഒരു സ്വപ്നം പൂവണിയായിരുന്നു. പക്ഷെ ഇന്നത് കാണാൻ അദ്ദേഹമില്ല. എന്ന് തന്നെയായാലും അന്നത്തെ ചില കാര്യങ്ങളിൽ ഈ മലയാളികളുടെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലയാളികളുടെ വികസന പദ്ധതി എന്നുള്ള രീതിയിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അത് പലതവണ പറഞ്ഞ് ജനങ്ങളെ ഉൾപ്പെടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കിയപ്പോഴും ഇടതു മുന്നണി സർക്കാർ ഇത്തരത്തിലാണ് പറഞ്ഞത്. ഇല്ല, ഇത് കേരളത്തെ വിൽക്കുന്ന തരത്തിലുള്ള ഏർപ്പാടാണ് എന്നുള്ളതാണ്. അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത് സ്വപ്നം തീരമണിയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെയാണ് വന്നത്. പണ്ട് ദേശാഭിമാനി അന്നത്തെ പത്രത്തിലൊക്കെ നോക്കിയാൽ കടൽ കൊള്ള എന്നൊക്കെ തലക്കെട്ടോടു കൂടിയാണ് അന്ന് പുറത്തു വന്നത്. മത്സ്യബന്ധനത്തിന് മരണമണി, കടലിന് കണ്ണീരിൻ്റെ ഉപ്പ്, ഇത്തരത്തിലൊക്കെയാണ് അന്നൊക്കെ വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇന്ന് സ്വപ്നം നങ്കൂരമിട്ടു. ജൂലൈ 11 ആ ഒരു ഈ പറഞ്ഞോണം മദർഷിപ്പ് വന്നപ്പോഴുമായി ബന്ധപ്പെട്ട് സ്വപ്നം നങ്കൂരമിട്ട്, ആരുടെ സ്വപ്നമാണ് നങ്കൂരമിട്ട്? ഇതേ ദേശാഭിമാനി തന്നെ അല്ലെങ്കിൽ ഇതേ പാർട്ടി തന്നെ ഇതിനെതിരെ ഒരുപാട് കൊടി പിടിച്ച അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ സ്വപ്നം നങ്കൂരമിട്ടു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉദ്ഘാടനത്തിനായി ഞങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞു, ഇത് ഇടതു മുന്നണിയുടെ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കുന്നത്.
എന്ത് തന്നെയായാലും ഇപ്പോൾ ഇപ്പം ആ ഒരു മദർഷിപ്പൊക്കെ വന്നത് അടക്കമുള്ളത് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തി, മറ്റൊരു ടൈറ്റിലാണ് തെളിഞ്ഞത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി. ഈ സർക്കാർ എന്ന് പറഞ്ഞതിനപ്പുറം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരുണ്ട്. ഒരു പക്ഷേ ഇതൊരു അദാനി ഗ്രൂപ്പ്, മറ്റേത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ നേരിട്ട് ഏറ്റെടുത്ത് നടത്തിയ ഒരു പദ്ധതിയാണെങ്കിൽ പോലും അവർ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് പിന്നീട് നമ്മളൊക്കെ ചിരിക്കേണ്ടി വരുമായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞങ്ങൾ ഇപ്പോൾ നമ്മളുടെ സീവേജിൻ്റെ പദ്ധതികൾ ഇപ്പോൾ നമ്മളുടെ മിക്ക നഗരസഭ കേന്ദ്രീകരിച്ചും അതേപോലെ ടൗണുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്ന ചെറിയൊരു സീവേജ് പദ്ധതിയാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഇട്ടിരുന്ന സീവേജ് ലൈനുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയകളിലുള്ള വലിയ വലിയ അന്നൊക്കെ പണ്ട് കാലത്തിൽ ഇട്ടിരുന്ന വലിയ ഇരുമ്പിൻ്റെ വലിയ ഈ പറഞ്ഞ പൈപ്പ് ലൈനുകളാണ് ഇപ്പോഴും കിടക്കുന്നത്. അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. കോർപ്പറേഷൻ അതിന് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങളോ പുതിയ പ്രോഡക്റ്റുകളോ ഒന്നും ഇട്ടിട്ടില്ല. അതിൽ തന്നെയാണ് ഇപ്പോഴും പല ഓടകളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ ജലങ്ങളും മറ്റുള്ള അവശിഷ്ടങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നഗരവികസനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിയൊക്കെ നടപ്പിലാക്കി പല നഗരങ്ങളിലൂടെയും ഈ IT പാർക്കുകളിലൂടെയും ലുലു അത്തരത്തിലുള്ള ആനയറ നമുക്കറിയാം ആക്കുളം ആ ഒരു ഭാഗങ്ങളിലൂടെയും ഒക്കെ ഈ സീവേജിൻ്റെ പദ്ധതികൾ നടക്കുന്നു. ഏകദേശം ഒരു 10 വർഷം ഈ സർക്കാർ വന്നതിന് ശേഷം തുടങ്ങിയൊരു പദ്ധതിയാണ്. ഇപ്പോഴും എൻ്റെ മുന്നിലൂടെ കാണുന്ന ഒരവസ്ഥയാണത്. 10 വർഷമായിട്ടും ഒരു പൈപ്പ് ലൈൻ ഇടും, ഒരു ലൈൻ ഇടും, അത് കുഴിക്കും, അത് അടയ്ക്കും, അടുത്തതിടും, അത് കുഴിക്കും, അത് അടയ്ക്കും. ഇപ്പോൾ റോഡേ ഇല്ല, പലയിടത്തും വെള്ളക്കെട്ടാണ്. 10 വർഷമായിട്ട് ഒരു പൈപ്പ് ലൈൻ ഏകദേശം 1 കിലോമീറ്റർ പോലും ഇടാൻ പറ്റാത്ത ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അവരാണ് ഇത്രയും വലിയൊരു തുറമുഖം നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്ങാണ് അവർ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്നുള്ള അറിഞ്ഞൂടാ. അതുകൊണ്ട് അതൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ മലയാളികളെ ഞാൻ വില കുറച്ച് കാണുമല്ല, അതിന് വേണ്ടുന്ന അതായത് ആ ഒരു പ്രോഡക്റ്റ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്നതിൽ എന്തുകൊണ്ടും ഒരു പ്രൈവറ്റ് ഏജൻസി ഏൽപ്പിക്കുന്നതാണ് എന്നുള്ള അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന് തോന്നിയതുകൊണ്ട് ഇന്നിപ്പോൾ ഈ 2026 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും അന്നത്തെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യമാണ് നൗ ഓർ നെവർ, ഇപ്പോൾ അല്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല. സത്യമാണ്. അദ്ദേഹം അന്ന് ഈ ജനങ്ങളുടെ രോക്ഷം വരെ അവഗണിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതിക്ക് തറക്കല്ലിട്ട് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചതുകൊണ്ട് ഇന്നല്ലെങ്കിൽ ഇനി ഒരിക്കലും വിഴിഞ്ഞം എന്നുള്ളൊരു സ്വപ്നം നമ്മൾ മറക്കേണ്ടി വരും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അതിശക്തമായ അദ്ദേഹത്തിൻ്റെ നിലപാട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി കിടക്കുന്നത്. മാത്രമല്ല വിഴിഞ്ഞത്തിന് തൊട്ടടുത്ത് കുളച്ചൽ തുറമുഖത്തിന് അനുമതി നേടിയെടുക്കാൻ വേണ്ടി അതിശക്തമായ അന്ന് തമിഴ്നാട് ലോബി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതിനിടയിലാണ് കേരള സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരത്തിലുള്ള കാര്യവുമായി മുന്നോട്ട് പോവുകയും ഇന്ന് വിഴിഞ്ഞം തുറമുഖം വന്നത്. അല്ലെങ്കിൽ കുളച്ചൽ തുറമുഖത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിടുകയും അവരത് കരപിടിപ്പിക്കുക, അവിടുത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി എന്താ പറയുക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇതിന് മാത്രമല്ല, ഈ ഒരു തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. മത്സ്യബന്ധന തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ തീരദേശത്തിന് പുലിമുട്ട് പോലെയുള്ള ഇത്തരത്തിലുള്ള അവർക്ക് ഈ ഇതിന് തടയിടുന്ന തരത്തിൽ തിരമാലകൾ ശക്തമായി അടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് വരുന്നുണ്ട്. പ്രകൃതിയുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തീരങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ അതിന് അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പ്രധാന കാരണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അതിനെല്ലാം തടയിടുന്ന തരത്തിൽ അവരുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ എത്തരത്തിലുള്ള പുനരധിവാസമാണ് എത്തരത്തിൽ നടത്തണം അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇതിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ചെയ്യണം എന്നൊക്കെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് തീരുമാനം എടുത്തതിന് ശേഷമാണ് അന്ന് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിച്ചത്. പക്ഷേ സർക്കാർ തലത്തിൽ ഇപ്പോൾ ആ സർക്കാർ അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും നൽകുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി തീരദേശങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാവാൻ കാരണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഈ ഒരു തുറമുഖം അദാനി ഒരു സൈഡിൽ കൂടെ അവർ നിർമ്മിച്ചെടുത്തു അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നിർമ്മിച്ചെടുത്തു എന്നുള്ളതല്ലാതെ പക്ഷേ നമ്മളുടെ ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യാതൊരുവിധ കാര്യങ്ങളും നിലവിൽ തീർപ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ വിമർശനാത്മകമായിട്ട് വരുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും ഇപ്പോൾ തുറമുഖ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളുടെ കേരള സർക്കാർ തയ്യാറെടുക്കുകയാണ്.
തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടേതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റ് എതിർ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ജനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള നിരവധി ആൾക്കാരുണ്ട്. അതിനെ മറന്നുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇത് ഞങ്ങളുടെ തുറമുഖമാണ്, ഞങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇതിന് വേർപ്പൊലിച്ചവരെ മറന്നു പോകരുത്. മാത്രമല്ല വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഒരുപാട് കൊടികൾ കാണിച്ച് ഇതിനെതിരെ പ്രതിഷേധിച്ച ഭരണപക്ഷത്തിരിക്കുന്നവർ തന്നെയാണ് ഇതേ ഉദ്ഘാടനത്തിന് വരുന്നത്. എന്ത് തന്നെയാലും എനിക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ എനിക്ക് ഭയങ്കര ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖം കാണാൻ വേണ്ടി വന്ന ഒരു രംഗമുണ്ടായിരുന്നു. അതുകൂടി പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു വരവ് എൻ്റെ ദൈവമേ, ഉദ്ഘാടനം കഴിഞ്ഞില്ല, ഉദ്ഘാടനം വന്നതുമില്ല. പ്രധാനമന്ത്രി വന്നാൽ പോലും ഇത്ര എസ്കോർട്ടും കാര്യങ്ങളും വരത്തില്ല. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ കാറ് മുമ്പിൽ ഒരു 10 കാറ്, ബാക്കിൽ ഒരു 10 അതിലും കൂടുതൽ ഒരു പരിവാരങ്ങൾ. എന്തിനാണോ എന്തോ ഈ തുറമുഖം കാണാൻ അവിടെ ഈ മനുഷ്യനെ ആരാണോ എന്തോ ബോംബിടാനും വെടിവെക്കാനും പോകുന്നത്? ആരും വെടിവെക്കാനൊന്നും പോകത്തില്ല. പിന്നെ എന്തിനാണ് ഇത്ര എസ്കോർട്ടുമായിട്ട് അദ്ദേഹം വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഒരു പക്ഷേ ഒരു 10-100 പേരെങ്കിലും അദ്ദേഹത്തിന് ചുറ്റും കാണും, ഈ തുറമുഖം കാണാം. 1-2 കുറച്ച് ഒഫീഷ്യൽസോ അല്ലെങ്കിൽ കളക്ടറോ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ മതി. പക്ഷേ ഇത്രയും പരിവാരങ്ങളുമായിട്ട് ഒരു തുറമുഖം കാണാൻ വന്ന നാളെ പ്രധാനമന്ത്രി വന്നാൽ പോലും ഇത്രയും പരിവാരങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് തന്നെയാലും നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതെന്തായാലും അതിലേക്ക് കടക്കുകയാണ്.